നമസ്കാരം. കണ്ണൂർ പാനൂരിലെ സ്ഫോടനത്തിൽ സിപിഐഎമ്മിന് ബന്ധമില്ലെന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ആവർത്തിക്കുന്നതിനിടയിലും ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ച ഷെറിന്റെ വീട്ടിൽ സിപിഐഎം പ്രാദേശിക നേതാക്കളെത്തി. മരിച്ചയാളും പരിക്കേറ്റവരും പാർട്ടി അനുഭാവികളായിരിക്കെ വിഷയം പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുന്നതിനിടയിലാണ് ഈ സന്ദർശനം. കണ്ണൂരിലോ വടകരയിലോ മാത്രമല്ല, കേരളത്തിലൊന്നാകെ സിപിഐഎമ്മിന്റെ അക്രമ രാഷ്ട്രീയം ഉയർത്തിക്കാട്ടി പ്രതിപക്ഷം പ്രചാരണം സജീവമാക്കുകയാണ്. അതിനിടയിൽ നേതാക്കളുടെ ഈ സന്ദർശനം പാർട്ടിയുടെ പിന്തുണയാണോ? സന്ദർശനത്തെക്കുറിച്ച് അറിയില്ലെന്ന സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി കൊണ്ട് പാർട്ടിക്ക് പ്രതിരോധം സാധ്യമാകുമോ? എല്ലാ പ്രേക്ഷകർക്കും പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച പുലർച്ചെയാണ് കണ്ണൂർ പാനൂർ മൂളിയാത്തോട് ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമാകുന്നത്. ഉഗ്രസ്ഫോടനത്തിൽ ഒരാളുടെ കൈപ്പത്തി ചിതറിത്തെറിച്ചു. ബോംബ് നിർമ്മാണത്തിനിടയിലുണ്ടായ സ്ഫോടനഘട്ടത്തിലും തുടർന്നും പാനൂർ മൂളിയാത്തോട് സംഭവിച്ചത് എന്താണ്? കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആദ്യം. എത്ര നിർവീര്യമാക്കിയാലും വീണ്ടും വീണ്ടും പൊട്ടിത്തെറിക്കുന്ന പാരമ്പര്യം പേറുന്നവയാണ് കണ്ണൂരിലെ നാടൻ ബോംബുകൾ. ബോംബ് രാഷ്ട്രീയത്തിന്റെ ചോരക്കൊതി മതിയാകും വരെ നിർമ്മിക്കുന്നവരും നിരപരാധികളും രാഷ്ട്രീയ എതിരാളികളും ഇരകളായിക്കൊണ്ടേയിരിക്കും. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിലാണ് ബോംബുകൾ നിർമ്മിക്കാൻ സിപിഐഎം അനുഭാവികളായ 12ഓളം പേരുടെ സംഘം പാനൂർ കൈവേലിക്കലിലെ മൂളിയത്തോട് സംഘടിച്ചത്. സ്ഫോടക വസ്തുക്കൾ നേരത്തെ തന്നെ സമാഹരിച്ചെത്തിച്ചിരുന്നു. സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിനീഷിന്റെ വീടിനോട് ചേർന്ന് നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ടെറസ് ബോംബ് നിർമ്മിക്കാൻ തിരഞ്ഞെടുത്തു. വിനീഷും ഷെറിനും കെട്ടിടത്തിലെ ടെറസിൽ കയറി ബോംബ് നിർമ്മാണം തുടങ്ങി. ആവശ്യമായ വസ്തുക്കൾ മുകളിലേക്ക് എത്തിച്ചു നൽകിയത് ഇതര സംഘാംഗങ്ങൾ. നിർമ്മിച്ച ബോംബുകൾ ഒളിപ്പിക്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റാനും സംഘാംഗങ്ങൾ തന്നെ പ്രവർത്തിച്ചു. ഇതിനിടെ വെള്ളിയാഴ്ച പുലർച്ചെ 1:30 അപ്രതീക്ഷിതമായത് സംഭവിച്ചു. നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടിത്തെറിച്ചു. വിനീഷിന്റെയും ഷെറിന്റെയും കൈപ്പത്തികൾ ചിതറിത്തെറിച്ചു. മുഖത്തും നെഞ്ചിലും കാലുകളിലും ശരീരഭാഗങ്ങൾ അടർന്നുമാറി. വീടിന്റെ മുറ്റത്തു നിന്നിരുന്ന വിനോദ്, അശ്വന്ത് എന്നിവർക്കും പരിക്കേറ്റു. പോലീസ് എത്തുന്നതിന് മുൻപ് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇതിനിടെ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമം നടന്നു. വിനീഷിനെയും ഷെറിനെയും പരിക്ക് ഗുരുതരമായതിനാൽ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും തുടർന്ന് കോഴിക്കോട് ആശുപത്രിയിലേക്കും മാറ്റി. വെന്റിലേറ്ററിലായിരുന്ന ഷെറിൻ അധികം വൈകാതെ മരണത്തിനു കീഴടങ്ങി. വെടിമരുന്നും കുപ്പിച്ചില്ലും ആണിയും വെള്ളാരം കല്ലും അടങ്ങുന്ന മിശ്രിതം ചെറിയ സ്റ്റീൽ പാത്രങ്ങളിൽ നിറച്ച് മൂടി ഉറപ്പിച്ച് ഒരുക്കുന്ന നിർമ്മാണ രീതിയാണ് പ്രതികൾ അവലംബിച്ചത്. സ്ഫോടനത്തിന് പിന്നാലെയും പോലീസ് ഉണർന്നില്ല. പരിസര പ്രദേശങ്ങളിൽ റെയ്ഡ് പോലും നടന്നില്ല. കടുത്ത വിമർശനത്തിന് പിന്നാലെ പോലീസ് ഉണർന്നു. വ്യാപക പരിശോധനയും അറസ്റ്റും. നിർമ്മാണ ഘട്ടത്തിൽ സ്ഥലത്തുണ്ടായിരുന്ന ചെറുപറമ്പ് സ്വദേശി ഷെബിൻലാൽ, കുന്നോത്തുപറമ്പ് സ്വദേശികളായ അതുൽ കെ, സായൂജ്, ചെണ്ടയാട് സ്വദേശി അരുൺ എന്നിവർ അറസ്റ്റിൽ. ഇതിനിടെ പ്രതികളുമായി നടത്തിയ തെളിവെടുപ്പിനിടെ പ്രദേശത്തു നിന്ന് 7 സ്റ്റീൽ ബോംബുകൾ കൂടി കണ്ടെത്തി. ബോംബ് നിർമ്മിക്കാനും സ്റ്റോക്ക് ചെയ്തു വെക്കാനും പ്രതികൾ കൃത്യമായ ആസൂത്രണം നടത്തിയിരുന്നു. എല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം നടന്നു. അപ്രതീക്ഷിതമായ പൊട്ടിത്തെറി ഒഴികെ. വിനീഷും ഷെറിനും മുൻപും ബോംബ് നിർമ്മാണത്തിൽ പങ്കാളികളായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ സംഭവമല്ലിത്, അവസാനത്തേതുമാകില്ല. തുടർച്ചയായി കണ്ടെത്തുന്ന ബോംബ് ശേഖരങ്ങൾക്ക് പിന്നിലെല്ലാം സമാനമായ ആസൂത്രണത്തിന്റെ കഥയുണ്ടാകും. 4 പേരുടെ അറസ്റ്റിന് ശേഷവും പ്രസക്തമായ ചോദ്യങ്ങൾ ഇനിയും അവശേഷിക്കുന്നുണ്ട്. ബോംബ് നിർമ്മിച്ചത് ആർക്കുവേണ്ടി, ആരെ ലക്ഷ്യമിട്ട്, കലാപാസൂത്രണത്തിന്റെ വേരുകൾ എവിടെ വരെ? പ്രജ്വൽ സുരേഷിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. കണ്ണൂരിൽ പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ്. ബോംബ് നിർമ്മാണത്തിനിടെ നിരവധി പേർക്ക് ജീവഹാനി ഉണ്ടാവുകയും അംഗഭംഗം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ബോംബ് നിർമ്മാണത്തിൽ പരിക്കേറ്റവർക്കും കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും പാർട്ടിയുടെ ആജീവനാന്ത സംരക്ഷണം ലഭിക്കുന്നുണ്ട് എന്നത് ഇതിന് പ്രോത്സാഹനമാകുന്നു. കേരളത്തിലെ ബോംബ് ഫാക്ടറിയായി കണ്ണൂരിലെ ചില പാർട്ടി ഗ്രാമങ്ങൾ മാറിയിട്ട് കാലങ്ങളായി.
പാർട്ടി ഗ്രാമങ്ങളായ പാനൂർ, ചൊക്ലി, കതിരൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും ബോംബ് നിർമ്മാണ വാർത്തകൾ വരുന്നത്. നാടൻ ബോംബുകളാണ് പൊതുവെ നിർമ്മിക്കപ്പെടുന്നത് എന്നതിനാൽ അതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ പ്രാദേശികമായി തന്നെ ലഭ്യവുമാണ്. വെടിമരുന്നും കരിങ്കൽ ചീളുകളും കുപ്പിച്ചില്ലുകളുമൊക്കെയാണ് ഈ നാടൻ ബോംബുകളിലുള്ളത്. പലപ്പോഴും ബോംബ് കെട്ടുന്നതിനിടെയാണ് ഇവ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടാകുന്നത്. ബോംബ് കെട്ടുമ്പോൾ തെങ്ങിന്റെ മറയിൽ നിന്ന് കെട്ടുന്ന രീതി പോലുമുണ്ട്. അപകടം സംഭവിച്ചാൽ കൈകൾ മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ എന്നതാണ് ഇതിനു പിന്നിലെ ലോജിക്. ഇത്തരം നാടൻ ബോംബുകളുടെ നിർമ്മാണത്തിന് 2 ഉദ്ദേശ്യങ്ങളാണുള്ളത്. ബോംബ് നിർമ്മാണം ശത്രുവിനെ മാത്രം ലക്ഷ്യമിട്ടാകണമെന്നില്ല. കൊലപാതകത്തിന് മുൻപോ പിൻപോ ജനങ്ങളെ പ്രദേശത്ത് നിന്ന് ഒഴിപ്പിക്കുന്നതിനോ കൊലപാതകത്തിന് ശേഷം പിന്തുടരുന്നതിൽ നിന്നും ആളുകളെ ഭയപ്പെടുത്തി അകറ്റാനോ ബോംബുകൾ ഉപയോഗിക്കാറുണ്ട്. കണ്ണൂരിൽ പാർട്ടി ഗ്രാമങ്ങൾ ക്രിമിനൽ സംഘങ്ങളുടെ താവളമായി മാറുന്ന കാഴ്ച സമീപകാലത്ത് കേരളം കണ്ടതാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉപയോഗിക്കാൻ മുൻകൂട്ടി നിർമ്മിച്ചു നൽകുന്ന കുടിൽ വ്യവസായമായി ബോംബ് നിർമ്മാണം മാറി. ചില ക്രിമിനൽ മാഫിയ സംഘങ്ങൾ ബോംബ് നിർമ്മാണം ഏറ്റെടുത്തിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. പാർട്ടിയുടെ അറിവോ സമ്മതമോ കൂടാതെയാണ് ബോംബ് നിർമ്മാണം എന്ന വാദമാകട്ടെ മുൻകാല ചെയ്തികൾ വെച്ച് നോക്കുമ്പോൾ വിശ്വാസയോഗ്യവുമല്ല. 2015 ജൂൺ 5 കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുന്നിൻ മുകളിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട CPIM പ്രവർത്തകരായ ഷൈജുവിനെയും സുബീഷിനെയും അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തള്ളിപ്പറഞ്ഞെങ്കിലും ഇരുവരുടെയും മൃതദേഹം ഏറ്റുവാങ്ങിയത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജനായിരുന്നു. സംസ്കരിച്ചത് പാർട്ടി ഭൂമിയിലും. പിൽക്കാലത്ത് പാനൂരിൽ ഇവർക്കായി രക്തസാക്ഷി മണ്ഡപവും ഒരുങ്ങി. 2016 ജൂൺ 6 മുതൽ രക്തസാക്ഷിത്വ ദിനാചരണവും തുടങ്ങി. ബോംബ് നിർമ്മാണത്തിനിടെ നിരവധി പേർക്കാണ് കണ്ണൂരിൽ മരണം സംഭവിക്കുകയോ അംഗഭംഗമുണ്ടാവുകയോ ചെയ്തിട്ടുള്ളത്. പാർട്ടി ഇവർക്കും കുടുംബത്തിനും ആജീവനാന്ത സംരക്ഷണവും സഹായവും നൽകുന്നുണ്ട് എന്നതും പരസ്യമായ രഹസ്യമാണ്. റിസർച്ച് ഡെസ്ക് 24. പാർട്ടിക്ക് മേൽ പ്രതിപക്ഷം ആരോപണം ശക്തമാക്കുന്നതിനിടെ മരിച്ചയാളുടെ വീട്ടിൽ ഇന്ന് CPIM പ്രാദേശിക നേതാക്കളുടെ സന്ദർശനമുണ്ടായി. CPIM നേതാക്കളുടെ സന്ദർശനത്തെക്കുറിച്ച് അറിയില്ല എന്ന് പ്രതികരിച്ച CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്ഫോടനവുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഇന്നും ആവർത്തിച്ചു. അദ്ദേഹത്തിന്റെ പാർട്ടി തള്ളേണ്ട കാര്യമില്ല. പാർട്ടി ഒന്നുമില്ല. പാർട്ടി സഖാക്കളെ തന്നെ ആക്രമിച്ച കേസിലെ പ്രതികളാണ്. പിന്നെ അറിയില്ല, അതെനിക്കറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞില്ലേ അതിനെപ്പറ്റി. അതിന് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പോയെന്ന് പരിശോധിച്ചോട്ടെ. യാതൊരു ബന്ധവുമില്ല. പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല. പാർട്ടിക്ക് സംഭവത്തിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് മുഖ്യമന്ത്രിയും പ്രതികരിക്കുന്നത്. മുഖ്യമന്ത്രിയും വിശദീകരിക്കുന്നത് പാനൂരിൽ ബോംബ് സ്ഫോടനം നിയമവിരുദ്ധമായ പ്രവൃത്തി എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രവർത്തനം. പോലീസ് വിഷയത്തിൽ ഗൗരവമായ അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് കേൾക്കാം. ഇത് തീർത്തും നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനമാണ്. ആ നിയമവിരുദ്ധമായ പ്രവർത്തനത്തെ ശക്തമായ നിയമ നടപടികളിലൂടെ നേരിടും. അക്കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകേണ്ടതായിട്ടില്ല. ഇവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് ഗൗരവമായി തന്നെ നടത്തുന്നുണ്ടാവും. ഇത് CPIMുമായി യാതൊരു ബന്ധവുമില്ല എന്ന് CPIM തന്നെ കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ്. പിന്നെ രാഷ്ട്രീയമായ ആരോപണങ്ങൾ അത് സാധാരണഗതിയിൽ ഉയർത്തുന്നുവെന്ന് മാത്രമേ ഈ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് കാണേണ്ടതായിട്ടുള്ളൂ. വടകര ലോക്സഭാ മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയം ഇപ്പോൾ പാനൂരിലെ ബോംബ് സ്ഫോടനമാണ്. TP ചന്ദ്രശേഖരൻ വധത്തിനൊപ്പം പാനൂർ സംഭവം മുൻനിർത്തിയാണ് UDFന്റെ പ്രചാരണം. സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലിനെ അപായപ്പെടുത്താൻ CPIM ലക്ഷ്യമിടുന്നതായി കോൺഗ്രസും RMPയും ആരോപിക്കുന്നു. എന്നാൽ പാനൂർ ബോംബ് വിഷയം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകില്ല എന്നും വിജയം സുനിശ്ചിതമെന്നും LDF സ്ഥാനാർത്ഥി KK ശൈലജ പറയുന്നു. മണ്ഡലമാണ് കേരളത്തിൽ വടകര. ഏത് വിധേനയും തിരിച്ചുപിടിക്കുക എന്ന CPIMന്റെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇനി ജനാധിപത്യപരമായി തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെ ഈ ജനാധിപത്യം അട്ടിമറിച്ചുകൊണ്ട് പിടിക്കുക എന്നൊരു ഉദ്ദേശം ഇതിലുണ്ട്. ഒരുപക്ഷെ ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട് സ്ഥാനാർത്ഥിയെ പോലും ആ ഒരു എതിർപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു അക്രമോത്സുക രൂപമാണ് CPIM രൂപപ്പെടുത്തുന്നത്. ഞങ്ങൾ വിജയിക്കുന്ന നല്ല സാഹചര്യം ഉള്ളപ്പോൾ ഞങ്ങൾ ആരെങ്കിലും ഇത്തരം ഒരു അലങ്കോലം ഉണ്ടാക്കാൻ ശ്രമിക്കുമോ? അതുകൊണ്ട് അതെല്ലാം അവരുടെ മലർപ്പിടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ്. ഇതെന്തോ കത്തിപ്പിടിച്ച് ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്കെതിരായിട്ട് തിരിച്ചു. ജനങ്ങൾക്കെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഞങ്ങൾക്ക് ഇത്തരം പ്രവർത്തനങ്ങളുടെ യാതൊരു പങ്കുമില്ല. ഞങ്ങൾ ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങളുമായി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് സംവദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ ആളുകളുടെ പിന്തുണ കിട്ടുകയാണ്. സജോ ദേവസ്യ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. സജോ, തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഈ ഇത്തരത്തിലുള്ള കൈവിട്ട കളികൾ ആദ്യമായിട്ടല്ല, അത് മുമ്പും നമ്മൾ കണ്ടിട്ടുള്ളതാണ്.
പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിക്ക് മേൽ പ്രതിരോധം കൂടുതൽ ശക്തമാവുന്നുണ്ട്, ആരോപണം കടുപ്പിക്കുന്നുണ്ട് പ്രതിപക്ഷം. അതിനിടയിലും ഇന്ന് CPIM പ്രാദേശിക നേതാക്കളുടെ മരിച്ച ഷെറിൻ്റെ വീട്ടിലുള്ള സന്ദർശനം, അതും ഒരു രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം മാറ്റുന്നുണ്ട്. ഈ സംഭവത്തിൽ ബന്ധമില്ല എന്നുള്ള പാർട്ടിയുടെ പ്രതികരണം, അതുകൊണ്ട് എത്രത്തോളം പ്രതിരോധം പാർട്ടിക്ക് സാധ്യമാകുന്നുണ്ട് സജു? റിജിത്ത്, കണ്ണൂരിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതൊരു ആദ്യത്തെ സംഭവമല്ല, ഇത് അവസാനത്തെ സംഭവമാകാൻ യാതൊരു സാധ്യതയുമില്ല. ഇത്തരം തുടർച്ചയായി ബോംബുകൾ നിർമ്മിക്കുക, അവയൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുക, ആക്രമണത്തിനായി തുടർച്ചയായി ഉപയോഗിക്കുക, ഒപ്പം നിർമ്മാണത്തിനിടെ ഉണ്ടാകുന്ന ഇത്തരം അപകടങ്ങൾ, അതിൽ ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം, ഇതും പലപ്പോഴും ആവർത്തിക്കുന്നതാണ്. അതിന് ഇപ്പോഴും ഒരു അറുതിയില്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ഇതിലേക്ക് വരുന്നതിന് മുൻപ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ ആരോപണം, ഏറ്റവും ഒരു ആരോപണമല്ല, നേതാക്കൾ തന്നെ, അതായത് തള്ളിപ്പറഞ്ഞിട്ടും പ്രാദേശിക നേതാക്കൾ എന്തിന് അങ്ങനെ ബോംബ് നിർമ്മിക്കുന്നതിനിടെ കൊല്ലപ്പെട്ട ആളുടെ വീട് സന്ദർശിക്കുന്നു എന്നതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. CPM നേതൃത്വത്തിന് തന്നെ അത് തിരഞ്ഞെടുപ്പിൽ UDF അടക്കം ആയുധമാക്കുന്നു എന്ന് കണ്ട് ഇപ്പോൾ അതിന്മേൽ ചർച്ചകളൊക്കെ പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട്. അതായത് അവർ പറയുന്നത്, ആദ്യം ഈ സംഭവം ഉണ്ടായ ഘട്ടത്തിൽ ഇറക്കിയ വിശദീകരണക്കുറിപ്പിൽ തന്നെ പാനൂർ ഏരിയ കമ്മിറ്റി പറഞ്ഞത്, ഇവർ പാർട്ടി സഖാക്കളെ ആക്രമിച്ച കേസിലെ പ്രതികളാണ്, CPIMുമായി യാതൊരു ബന്ധവുമില്ല, അവരെ മാറ്റി നിർത്തിയിരുന്നതാണ്. അങ്ങനെ മാറ്റി നിർത്തിയ പാർട്ടി സഖാക്കളെ ആക്രമിച്ച കേസിലെ പ്രതികളായ ആളുകളുടെ, പ്രത്യേകിച്ച് അതിൽ കൊല്ലപ്പെട്ട ആളുടെ വീട് എന്തിനും പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാറും ചെറുവാഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം A അശോകനും സന്ദർശിക്കുന്നു എന്നതാണൊരു ചോദ്യം. അതിലേക്ക് വരുന്നതിന് മുൻപ് യഥാർത്ഥത്തിൽ ഇതിനും മുൻപ് സമാനമായ പല ചരിത്രങ്ങളുമുണ്ട്. കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മുൻപ് 2015 സമാനമായ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ബോംബ് നിർമ്മാണത്തിനിടെ 2 പേർ കൊല്ലപ്പെടുന്നു. അത് 2015 ജൂൺ 6-നാണ് ആ സ്ഫോടനം ഉണ്ടായത്. അതിൽ പക്ഷേ അങ്ങനെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. ആ ഘട്ടത്തിൽ പാർട്ടി സ്വീകരിച്ചത് രാഷ്ട്രീയ എതിരാളികൾ പല വ്യാജ പ്രചരണങ്ങളും നടത്തുന്നു എന്നതാണ്. പക്ഷേ പിന്നീട് സംഭവിച്ചത്, ആ 2 പേർക്കും ആ കൊളവല്ലൂരിൽ സ്മാരകം, CPIM ഒരു സ്മാരകം പണിതു. ആ സ്മാരകം ഇപ്പോഴും അവിടെയുണ്ട്. അതായത് ബോംബ് നിർമ്മിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവർക്കും സ്മാരകമുള്ള, അല്ലെങ്കിൽ അവർ രക്തസാക്ഷികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ജില്ലയാണ് കണ്ണൂർ. ഇങ്ങനെയുള്ള സംരക്ഷണങ്ങൾ പരസ്യമായി തള്ളിപ്പറയുമ്പോഴും ഇങ്ങനെയുള്ള സംരക്ഷണങ്ങൾ അവർക്ക് മുൻകാലങ്ങളിലും ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് തുടരാനുള്ള ശ്രമം, അത് തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടും വിവാദമായതുകൊണ്ടും അതിനെ പ്രതിരോധിക്കാൻ CPIM ശ്രമിക്കുന്നു എന്നതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയേണ്ടത്. നൂറുകണക്കിന് മനുഷ്യർ ഈ ബോംബ് രാഷ്ട്രീയത്തിൻ്റെ ഇരകളായി കണ്ണൂരിൽ മാറിയിട്ടുണ്ട്. അത് ആക്രമണത്തിന് മുൻപ് ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുന്നത് മുതൽ നിരപരാധികളായ മനുഷ്യർ, ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവം ഓർക്കുകയാണെങ്കിൽ മട്ടന്നൂരിൽ, അത് മട്ടന്നൂരിനടുത്ത ചാവശ്ശേരിയിൽ ആക്രി ശേഖരിക്കാനെത്തി ഇതര സംസ്ഥാനക്കാരായ 2 പേരുടെ ജീവൻ നഷ്ടമായത്. അവർ അത് മറ്റെന്തോ ആണെന്ന് കരുതി സ്റ്റീൽ ബോംബ് തുറന്നു നോക്കാൻ, ആക്രി ശേഖരിക്കുന്നതിനിടെ കിട്ടിയ സ്റ്റീൽ ബോംബ് തുറന്നു നോക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. അങ്ങനെ നിരപരാധികളായ കുഞ്ഞുങ്ങളായിട്ടുള്ള ആളുകൾ പോലും, പിന്നീട് നമുക്ക് അസ്നയുടെ കഥയറിയാം, അമാവാസിയുടെ കഥയറിയാം, അവരൊക്കെ ഇന്നും ഉന്നതമായ നിലകളിലേക്ക് എത്തി. പക്ഷേ അവർ അങ്ങനെ നിരപരാധികളായ മനുഷ്യർ, രാഷ്ട്രീയമായി വ്യത്യസ്ത ചേരിയിലുണ്ട് എന്ന് കരുതുന്ന മനുഷ്യർ, അങ്ങനെ അനേകം മനുഷ്യർ ഇരകളാക്കപ്പെട്ട സംഭവമാണ്. അതിനുശേഷവും ഇതിന് അറുതി ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ ഈ ബോംബുകൾ നിർമ്മിച്ച് ശേഖരിച്ചത് എന്തിനു വേണ്ടിയാണ്? അത് തീർച്ചയായും ഒരു ആക്രമണത്തിന് വേണ്ടിയാണ്. ആ ലക്ഷ്യത്തിലേക്ക്, അതായത് ഇതിൻ്റെ ലക്ഷ്യം എന്താണ്, ആർക്ക് വേണ്ടിയാണ് നിർമ്മിച്ചത്, ആരെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടാണ് നിർമ്മിച്ചത്, എവിടെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത് നിർമ്മിച്ചത്, ഇത് ശേഖരിച്ച് വെക്കുന്നതൊക്കെ ആരാണ് നിയന്ത്രിക്കുന്നത് അടക്കമുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് സംഭവങ്ങളുണ്ട് ഇത്തരത്തിൽ കയ്യിലിരുന്ന് അല്ലെങ്കിൽ നിർമ്മിക്കുന്നതിനിടെ ബോംബ് പൊട്ടി പരിക്കേറ്റ് രക്തസാക്ഷികളായി ജീവിക്കുന്ന, ഒരുപക്ഷെ അവർ തന്നെ അത് ചെയ്യുമ്പോഴാണ് ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തുടർച്ചയായി അവരങ്ങനെ പോകുന്നു, അവരെ പലരും ഉപയോഗിക്കുന്നു. അങ്ങനെ പരിക്കേറ്റ് കഴിയുന്ന നിരവധി സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ട്. സമീപകാലത്ത് തന്നെ കണ്ണൂരിൽ ഇതിനു മുൻപും വലിയ തോതിൽ ആയിട്ടില്ലെങ്കിൽ കൂടിയും ബോംബ് നിർമ്മിക്കുന്നതിനിടെയോ കയ്യിൽ ഒരു കാര്യം സജോ സൂചിപ്പിച്ചതുപോലെ, ഇത് ആരെ ലക്ഷ്യമിട്ട് നിർമ്മിച്ചു, ആർക്ക് വേണ്ടി നിർമ്മിച്ചു, ഈ ബോംബ് നിർമ്മാണം ആർക്ക് വേണ്ടിയാണ് നടന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരമില്ല. നിലവിൽ നടക്കുന്ന അന്വേഷണത്തിലും അവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് കെ സുധാകരനെ പോലുള്ള ആളുകൾ. തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം നടന്നു എന്നുള്ള പ്രതികരണമൊക്കെ നമ്മൾ കണ്ടു. ഇതിൻ്റെ അന്വേഷണം എത്തി നിൽക്കുന്ന ഘട്ടം ഏതാണ് സജോ? റിജിത്ത്, നിലവിൽ 6 പേരാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത്. അതായത് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമായ വിവരപ്രകാരം പാനൂർ കൈവേലിക്കൽ മൂളിയത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിനീഷിന്റെ വീടിനോട് ചേർന്ന് നിർമ്മാണത്തിലിരിക്കുന്ന ഒരു കെട്ടിടത്തിലാണ് ബോംബ് നിർമ്മാണം നടത്തിയത്. അതിന് കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു. സ്ഫോടക വസ്തുക്കൾ ഓൺലൈനായും അല്ലാതെയും വാങ്ങിച്ചു. അവ ആ ദിവസം തന്നെ, അതായത് വ്യാഴാഴ്ച വൈകുന്നേരമാണ് ഈ പ്രതികളെല്ലാവരും അവിടെ സംഘടിക്കുന്നത്. ഏതാണ്ട് 12ഓളം പേർ ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നതാണ്. അതിലൊരു സംഘമായി തന്നെ അവർ അവിടെ എത്തി. ഈ ബോംബ് നിർമ്മിക്കുന്നതിൽ വിനീഷിനും ഷെറിനും മുൻപരിചയം ഉണ്ടായിരുന്നു.
അതുകൊണ്ട് അവർ രണ്ടുപേരും ടെറസിന് മുകളിൽ കയറി, ബാക്കിയുള്ളവർ താഴെ സഹായികളായി നിന്നു. അവർ മുകളിലേക്ക് ഈ സാമഗ്രികൾ എത്തിച്ചു നൽകി. അതിൽ ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരാണ്. മറ്റ് രണ്ടുപേർക്ക് കൂടി പരിക്കേറ്റു. ഇവരെ പോലീസ് എത്തുന്നതിന് മുൻപ് ആശുപത്രിയിലേക്ക് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചേർന്നാണ് മാറ്റിയത്. ഒപ്പം അവിടെയുള്ള തെളിവുകൾ നശിപ്പിച്ചു. പിന്നീടാണ് ഈ കേസ് ആദ്യഘട്ടത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന് ഗുരുതരമായ വിമർശനമുണ്ട്. പക്ഷേ പിന്നീട് ഈ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നവർ എന്ന് പോലീസ് തിരിച്ചറിഞ്ഞ 6 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും ഒടുവിലും 2 പേരുടെ അറസ്റ്റ് അല്പസമയം മുൻപ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുന്നത്തുപറമ്പ് സ്വദേശി അമൽ ബാബു, മൂളിയത്തോട് സ്വദേശി മിഥുൻ എന്നിവർ, അങ്ങനെ 6 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിസാര പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുന്ന 2 പേരുണ്ട്. അവരുടെ അറസ്റ്റ് നാളെ രേഖപ്പെടുത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 12 പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഗൂഢാലോചനയിൽ സഹായം നൽകിയവർ മറ്റാളുകളുണ്ടോ, അത്തരം അന്വേഷണങ്ങൾ കൂടി പോകണം എന്ന ആവശ്യമുണ്ട് പോലീസ്. പക്ഷേ സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു. കണ്ണൂർ പാനൂരിലെ ബോംബ് രാഷ്ട്രീയത്തിന്റെ ഇരയായിരുന്നു അസ്ന. അതിജീവനത്തിന്റെ അത്ഭുത കഥയായി പിൽക്കാലത്ത് അസ്ന മാറിയെങ്കിലും കണ്ണൂരിലെ രാഷ്ട്രീയ മേലാളന്മാരുടെ കണ്ണുകൾ ഇനിയും തുറന്നിട്ടില്ല. സെപ്റ്റംബർ 27 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കണ്ണൂർ പൂവത്തൂർ ന്യൂ സ്കൂളിലെ പോളിംഗ് സ്റ്റേഷന് സമീപമുള്ള വീടിന്റെ മുറ്റത്ത് സഹോദരൻ ആനന്ദിനൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു 5 വയസ്സുകാരിയായ അസ്ന. അവിടെയുണ്ടായ അക്രമത്തിനിടെ എറിഞ്ഞ ബോംബ് അസ്നയുടെ വീട്ടുമുറ്റത്തേക്ക് തെറിച്ചു വീണ് പൊട്ടിത്തെറിക്കുന്നു. ഗുരുതരമായി പരുക്കേറ്റ അസ്നയുടെ വലതുകാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. കൃത്രിമക്കാൽ ഘടിപ്പിച്ചുള്ള പിൽക്കാല ജീവിതം. ഫെബ്രുവരി 5 വിധിയുടെ ക്രൂരതയെ അതിജീവിച്ച് അസ്ന തന്റെ സ്വന്തം നാട്ടിലെ ചെറുവാഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറായി ചുമതലയേറ്റു. രാഷ്ട്രീയ അക്രമങ്ങളുടെ അടയാളമായിരുന്ന അസ്ന അതിജീവനത്തിന്റെ പ്രതീകമായി മാറി. റിസർച്ച് ഡെസ്ക് 24. ജീവനെടുക്കുന്ന കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയം ബാക്കിവെച്ചുപോയ ഇരകളേറെയുണ്ട് നമുക്കിടയിൽ. പാനൂരിനടുത്ത് കല്ലിക്കണ്ടിയിൽ ആക്രി പെറുക്കി നടന്ന ഒരു 7 വയസ്സുകാരൻ അമാവാസിയെ മലയാളികൾക്ക് മറക്കാൻ കഴിയില്ല. സ്റ്റീൽ ബോംബ് സ്ഫോടനത്തിൽ കണ്ണും കൈയും നഷ്ടപ്പെട്ട ആ ദിനങ്ങൾ ഇന്നും നീറുന്ന ഓർമ്മയാണ് അമാവാസി എന്ന പൂർണ്ണചന്ദ്രൻ. കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയം തകർത്ത ജീവിതം ആത്മവിശ്വാസത്തോടെ തിരിച്ചുപിടിച്ച കഥയാണ് പൂർണ്ണചന്ദ്രൻ്റേത്. മലയാളി മനസ്സിന് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ് 7 വയസ്സുകാരനായ തമിഴ് ബാലൻ അമാവാസിയെ ഇരുട്ടിലാക്കിയ ആ സ്ഫോടനം. അപ്പം ഞാനൊരു ചെറിയൊരു ചാക്കുമായിട്ട് റോഡ് സൈഡിൽ കല്ലിക്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് തൂവക്കെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അങ്ങോട്ടെങ്ങനെ നടന്നു പോയിരുന്നു. റോഡ് സൈഡിലായിട്ട് ഒരു സ്റ്റീൽ പാത്രം തിളങ്ങുന്ന കണ്ട് അറിയാതെ എടുത്ത് ചാക്കിലിട്ട് കൊണ്ട് വന്നു. എന്നിട്ട് കല്ലിക്കണ്ടിയിൽ നിന്ന് ഒരു ആക്രിക്കട ഉണ്ട്, ആ ആക്രിക്കടയിൽ നിന്നായിരുന്നു ഒരു ചുറ്റിക വാങ്ങിച്ച് ഇടത് കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് വലത് കൊണ്ട് അടിച്ചു. അപ്പോൾ ആദ്യത്തെ ഒരു അടി കഴിഞ്ഞു, രണ്ടാമത്തെ ഒരു അടിയും കൂടി കൊടുത്തു. അപ്പം ചെറുതായിട്ട് ആ അടപ്പ് ഇങ്ങ് തുറന്നു. സ്റ്റീൽ പാത്രമായിരുന്നു അത്. അപ്പോൾ സ്റ്റീലിൻ്റെ ആ അടപ്പ് തുറന്നു. മൂന്നാമത്തെ അടിക്ക് വലിയ ശബ്ദത്തോടു കൂടി, വലിയ പൊട്ടലോടു കൂടി അങ്ങ് പൊട്ടി. ആ സമയത്ത് തന്നെ ഈ ഇടത് കൈപ്പത്തി പൂർണ്ണമായിട്ടും അങ്ങ് തെറിച്ചു പോയി. അപ്പം വലത് കണ്ണും പോയി. സ്റ്റീൽ ബോംബ് സ്ഫോടനത്തിൽ ഇടതു കൈയും വലത് കണ്ണും നഷ്ടപ്പെട്ട അമാവാസിക്ക് അന്ന് വെളിച്ചമായത് സത്യസായി ട്രസ്റ്റ് ആയിരുന്നു. സായി ഗ്രാമത്തിലെത്തിയ അമാവാസി പതിയെ പതിയെ ജീവിതം തിരിച്ചുപിടിച്ചു. വിദ്യാഭ്യാസത്തിനൊപ്പം സംഗീതത്തിലും സമ്മാനങ്ങൾ വാരിക്കൂട്ടി. ഇരുളേറിയ അനുഭവങ്ങൾ മറന്ന അമാവാസി പൂർണ്ണചന്ദ്രനായി മാറി. പിന്നെ പത്രങ്ങളിൽ കൂടി കണ്ടറിഞ്ഞിട്ട് ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ്, ഇപ്പം സായി ഗ്രാമം എന്നായി എൻ്റെ പേര്. അപ്പം ആനന്ദ് കുമാർ അങ്കിളായിരുന്നു എന്നെ ഏറ്റെടുത്ത് പഠിപ്പിച്ചത്. ഫസ്റ്റ് പ്രൈസ് കൊല്ലം സായി നികേതൻ അമാവാസി. അപ്പം അമാവാസിയോ ആ വേദിയിൽ നിന്നിട്ടുള്ള വെല്ലിനൻ സാറ്, പിന്നെ അതുപോലെ തന്നെ ജെ ലളിതാംബിക IAS മാഡം, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് നിരവധി പ്രസിദ്ധമായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. പി ഗോവിന്ദപിള്ള സാറും ജെ ലളിതാംബിക IAS മാഡം ഇട്ട പേരാണ് പൂർണ്ണചന്ദ്രൻ എന്നുള്ള പേര്. 98 പൂർണ്ണചന്ദ്രന് മുറിവേറ്റ സ്ഫോടനം നടന്ന കണ്ണൂർ കല്ലിക്കണ്ടിയിൽ നിന്ന് അധിക ദൂരമില്ല പാനൂരിലേക്ക്. വർഷങ്ങൾക്കിപ്പുറം ജീവനെടുക്കുന്ന ബോംബ് രാഷ്ട്രീയം അതുപോലെ തുടരുന്നു. എൻ്റെ അമ്മയ്ക്കാണെങ്കിലും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ താങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനുണ്ട്. അച്ഛനും അമ്മയ്ക്കും, എൻ്റെ അച്ഛന് ചെറുപ്പത്തിലെ 5 വയസ്സ് ഉള്ളപ്പോഴേ തന്നെ മരിച്ചു പോയതാണ്. അമ്മയായിരുന്നു, അമ്മയും ചേട്ടനും എൻ്റെ ചേച്ചിയും ഇവരൊക്കെയായിരുന്നു എൻ്റെ ഒരു ഇതെന്ന് പറയണത്. വളരെ ഇങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലൊരു അപകടം പറ്റുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടങ്ങൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഭൂമി അമ്മ എന്നറിയുവാനുള്ള
ബോധമുണ്ടാകണേ. ജീവജാലങ്ങളാകിയും ജന്മബന്ധു ആയിടണേ. ജാതിഭേദങ്ങളെന്ന ശാപമോ. ക്യാമറമാൻ നന്ദകിഷോറിനൊപ്പം MG പ്രതീഷ്, 24 തിരുവനന്തപുരം. ഒരുപാട് രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ കണ്ടു. CPIMന് പറ്റിയ ചിഹ്നം ബോംബാണ് എന്നായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയുടെ പ്രതികരണം. നേതാക്കളുടെ മക്കളാരും ബോംബ് നിർമ്മിക്കാൻ പോകില്ല എന്നും ബോംബ് പൊട്ടി പരിക്കേൽക്കുന്നവരെ പാർട്ടി തള്ളിപ്പറയുമെന്നും KM ഷാജി പറഞ്ഞു. എല്ലാ പാർട്ടി നേതാക്കന്മാരുടെ മക്കളും ഇതിനൊന്നും പോകുന്നില്ല. ബോംബ് ഉണ്ടാക്കാൻ പോകണില്ല, കുഴപ്പമുണ്ടാക്കാൻ ഒരു പൈസ ഉണ്ടാക്കാനേ പോകുന്നുള്ളൂ. ഒരു ബോംബുണ്ടാക്കി കൈ പോകാനും ഒരുടെ കാല് പോകാനുള്ള പണിക്കൊന്നും ഒരു CPM നേതാവിൻ്റെ മക്കളുമില്ല. അതുകൊണ്ട് അവരൊന്നും തള്ളി പറയേണ്ട ഗതികേട് CPMനില്ല. ഗതികേട് എന്ന് പറഞ്ഞാൽ അഴിമതി കേസ് തള്ളി പറയില്ല, പക്ഷേ ഈ കേസിലൊക്കെ തള്ളി പറയും. കാരണം എന്താ പറയുക, കൈ പോയവൻ എന്തിനാ പാർട്ടിക്ക് 2 കൈ പോയി. ഇവൻ ആരൊക്കെ കൂടുതൽ പിന്നെ CPMന്റെ വലിയ ക്രിമിനലുകളുടെ കൂടെ ഇവൻ നിൽക്കുന്ന ഫോട്ടോ അടക്കുന്നുണ്ട്. ക്രിമിനൽ സംഘത്തിലെ കക്ഷിയാണ്. AK ബാലൻ പറഞ്ഞൊരു വലിയ പരാതി എന്താണ്, ഈ സഖാക്കളോട് പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലും കാട്ടി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണം, അല്ലെ നമ്മളെ ചിഹ്നം എലിപ്പെട്ടിയായി പോകുന്നതാണ്. ബാലനെ പേടിക്കേ വേണ്ട, ചിഹ്നം നല്ല ചിഹ്നം കൊടുക്കുന്നുണ്ട്, ബോംബാക്കിയാൽ മതി. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല CPMന്റെ ചിഹ്നം ബോംബാണ്. അത് ആക്കി കൊടുത്താൽ പിന്നെ ആ ടെൻഷൻ വെക്കണ്ട, പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ഒരിക്കൽ കൂടി തുടരുന്നുണ്ട്. സജോ, അസ്നയുടെയും അമാവാസിയുടെയും ഒക്കെ ജീവിതം നമ്മൾ കണ്ടു. ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ തകർന്നു പോയ ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനിയും എത്ര പേർ എന്നുള്ള ചോദ്യം അവിടെ പ്രധാനമായി ബാക്കി നിൽക്കുന്നുണ്ടല്ലോ സജോ. സജോ ദേവസ്യയിലേക്ക് അല്പസമയത്തിനകം തന്നെ തിരികെ എത്താം. പാനൂർ ബോംബ് സ്ഫോടന കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. കുന്നോത്തുപറമ്പ് സ്വദേശി അമൽ ബാബു, മൂളിയത്തോട് സ്വദേശി മിഥുൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആയിരിക്കുകയാണ്. സജോ ദേവസ്യ അതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ നമ്മളുമായി പങ്കുവയ്ക്കും. കണ്ണൂരിലെ ആ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് മേൽ, CPIMന് മേൽ പ്രചാരണം അതിനൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിക്കൊണ്ട് CPIMനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പ്രചാരണം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പശ്ചാത്തലം. അതിനിടയിൽ ഇന്ന് കൊല്ലപ്പെട്ടയാളുടെ വീട്ടിൽ CPIM പ്രാദേശിക നേതാക്കൾ സന്ദർശനം നടത്തുന്ന സാഹചര്യം. ആ സന്ദർശനത്തെക്കുറിച്ച് അറിയില്ല എന്ന് പിന്നീട് CPIM സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുന്ന സാഹചര്യം. പ്രചാരണ രംഗത്ത് ഈ വിഷയം കൂടുതൽ ഊർജിതമായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ പാർട്ടിക്ക് എത്രത്തോളം പ്രതിരോധം ഈ വിഷയത്തിൽ സാധ്യമാകും എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇന്നും ഏറെ നമ്മൾ കണ്ടിരുന്നു. പാർട്ടിക്ക് മേൽ ആരോപണം കടുപ്പിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാക്കൾ. ഷാഫി പറമ്പിലിനെ ലക്ഷ്യമിട്ടാണ് ഈ ബോംബ് നിർമ്മാണം നടന്നത് എന്ന തരത്തിലടക്കം കടുപ്പിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ UDF ക്യാമ്പിൽ നിന്ന് നമ്മൾ കണ്ടു. എന്തായാലും ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരം കിട്ടേണ്ടത്. ആർക്ക് വേണ്ടിയാണ് ഈ ബോംബ് നിർമ്മാണം നടത്തിയത്, ആരെ ലക്ഷ്യമിട്ടാണ് ഈ ബോംബ് നിർമ്മാണം നടത്തിയത് എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഇനിയും ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിലായി 2 പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. കുന്നോത്തുപറമ്പ് സ്വദേശി അമൽ ബാബു, മുളിയത്തോട് സ്വദേശി മിഥുൻ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ സജോ ദേവസ്യ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകും. വടകരയിലോ കണ്ണൂരിലോ മാത്രമല്ല, കേരളത്തിലുള്ള മുഴുവൻ മണ്ഡലങ്ങളിലും 20 മണ്ഡലങ്ങളിലും CPIMന്റെ അക്രമ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പ്രചാരണത്തിലേക്ക് പ്രതിപക്ഷം കടന്നിരിക്കുന്ന സാഹചര്യം. CPIMന്റെ അക്രമ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട് പ്രചാരണം ശക്തമാക്കുന്ന സാഹചര്യം. അതിനിടയിൽ പാർട്ടി ഇതിനെ എങ്ങനെയായിരിക്കും പ്രതിരോധിക്കാൻ പോവുക എന്നുള്ളതാണ് ശ്രദ്ധേയം. യാതൊരു അറിവുമില്ല എന്നുള്ള പ്രതികരണത്തിനപ്പുറത്തേക്ക് പ്രാദേശിക നേതാക്കൾ ഇന്ന് കൊല്ലപ്പെട്ട ഷെറിൻ്റെ വീട്ടിലെത്തിയ സാഹചര്യം, അതാണ് പ്രചാരണ രംഗത്ത് പ്രതിപക്ഷം കൂടുതൽ ശക്തമാക്കി ഉയർത്തുന്നത്. പാർട്ടിയുടെ പിന്തുണയോടുകൂടി നടന്ന സ്ഫോടനം എന്നുള്ളതിൻ്റെ തെളിവായി അത് മാറുന്നു എന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ കൊല്ലപ്പെട്ടവരൊക്കെ പാർട്ടിയുടെ രക്തസാക്ഷികളായി മാറും എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശിൻ്റെ പ്രതികരണം. അങ്ങനെ ഈ വിഷയത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ പ്രതിപക്ഷത്ത് നിന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ 2 പേരുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോഴും തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം നടന്നു എന്നതടക്കമുള്ള പ്രതിപക്ഷ ആരോപണങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അന്വേഷണ സംഘത്തിന് എത്രത്തോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതും ശ്രദ്ധേയമായിരിക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും പ്രചാരണത്തിൽ ഈ വിഷയം സജീവമായി തന്നെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പാനൂർ ബോംബ് സ്ഫോടനം രാഷ്ട്രീയ ആയുധമാക്കുന്നു UDFും NDAയും. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണ് ബോംബ് നിർമ്മാണത്തിന് പിന്നിലെന്ന് UDF ആരോപിച്ചു. ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കണമെന്ന്
NDAയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ടിലേക്ക്. പാനൂരിലെ ബോംബ് നിർമ്മാണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രധാന ചർച്ചാ വിഷയമാക്കുകയാണ് UDFും NDAയും. പരാജയ ഭീതി കാരണം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് ബോംബ് നിർമ്മിക്കുന്നതെന്നാണ് UDFിന്റെ പ്രധാന ആരോപണം. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്നും ആവശ്യം. എല്ലാ കാലവും ഇത് കുറെ ഗുണ്ടായിസം കാട്ടി ഗുണ്ടകൾ ഭരിക്കുന്ന ഒരു ഗോഡ് സോൺ കൺട്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബോംബ് സോൺ കൺട്രി ആക്കി മാറ്റുന്ന ഈ ഏർപ്പാടിനെ ജനങ്ങൾ അനുവദിക്കില്ല. ഇതൊരു അവസാനത്തെ ബോംബ് നിർമ്മാണവും അവസാനത്തെ ബോംബ് പൊട്ടലും ആകണം. പോലീസ് റൈഡ് നടത്തണം. കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ സ്ഫോടനം ഭയാനകമെന്ന് AP അബ്ദുള്ളക്കുട്ടി പ്രതികരിച്ചു. കണ്ണൂരിലെ ബോംബ് സ്ഫോടനം ഈ തെരഞ്ഞെടുപ്പ് ഉത്സവങ്ങൾക്കിടയിലുണ്ടായിട്ടുള്ള ഏറ്റവും ഭയാനകമായ ഒരു സംഭവമാണ്. UDFിന്റെയും NDAയുടെയും ബോംബ് പ്രചാരണത്തിനെതിരെ പ്രതിരോധം തീർക്കുകയായിരിക്കും ഇനി വടകരയിൽ LDFിന്റെ ലക്ഷ്യം. 24 കോഴിക്കോട്. പുതുതായി പുറത്തുവരുന്ന ചില വിവരങ്ങളിലേക്ക് കൂടി നമ്മൾ കടക്കുന്നു. പാനൂർ ബോംബ് സ്ഫോടന കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുന്നോത്തുപറമ്പ് സ്വദേശി അമൽ ബാബു, മുളിയത്തോട് സ്വദേശി മിഥുൻ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആയി ഉയർന്നിട്ടുണ്ട്. സജോ ദേവസ്യ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സജോ, പുതിയ വിവരങ്ങൾ എങ്ങനെ അറസ്റ്റുമായി ബന്ധപ്പെട്ട്? സജോ. റിജിത്ത്, 2 പേരുടെ അറസ്റ്റ് കൂടി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. കൂത്തുപറമ്പ് ACP വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അതിൽ ഈ സംഭവ സ്ഥലത്ത് നിർമ്മിക്കുന്നതിനിടെ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്ന സമയത്ത് ഈ 2 പേരെയും, അതായത് ഈ ബോംബ് നിർമ്മിച്ചുകൊണ്ടിരുന്ന 2 പേരെയും സഹായിക്കാൻ വേണ്ടിയും മറ്റ് 10 പേർ കൂടി സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിൽ 4 പേരുടെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. അല്പസമയം മുൻപ് 2 പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തി. കുന്നോത്തുപറമ്പ് സ്വദേശികളായ അമൽ ബാബുവും മുളിയത്തോട് സ്വദേശി മിഥുൻ. ഈ അമൽ ബാബു ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളാണ്. സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളാണ് മിഥുൻ. അതായത് വലിയ ആസൂത്രണവും ഗൂഢാലോചനയും ഈ ബോംബ് നിർമ്മിക്കുന്നതിനായി ഉണ്ടായിരുന്നു. ഈ ആവശ്യമായ വസ്തുക്കളെല്ലാം, അതായത് വെടിമരുന്നടക്കം മറ്റു വസ്തുക്കൾ, അതിനുള്ളിൽ ചേർക്കുന്ന ആണിയും കരിങ്കൽ ചീളുകൾ എന്നിവ ഉൾപ്പെടെയുള്ള വസ്തുക്കളെല്ലാം അവർ ശേഖരിച്ചു. അതിനുശേഷം ഈ സ്ഥലത്തേക്ക് എത്തി അവിടെ സംഘടിച്ചു. വ്യാഴാഴ്ച വൈകിട്ടോടുകൂടി, രാത്രിയോടുകൂടി ഈ സ്ഥലം നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നതാണ് വീടിൻ്റെ ടെറസ്. ബോംബ് നിർമ്മിക്കുമ്പോൾ സാധാരണ അത്തരം ഒരു പ്രതലം തിരഞ്ഞെടുക്കാറുണ്ട്. അങ്ങനെ ഒരു പ്രതലം തിരഞ്ഞെടുത്തു. വിനീഷിനും ഷെറിനും മുൻപരിചയം ഉണ്ടായിരുന്നു ബോംബ് നിർമ്മിച്ച്. അങ്ങനെ മുൻപും ഇവർ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നു. അത് സംബന്ധിച്ച് കൃത്യമായ മുൻപരിചയവും പരിശീലനവും ഉൾപ്പെടെ ഇവർക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. നേരത്തെയുള്ളവരുടെ കേസുകളും മറ്റും പരിശോധിച്ചാണ് പോലീസ് അത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയത്. ആ സ്ഥലത്ത് ഇതിനുവേണ്ടി ഗൂഢാലോചന നടത്തുകയും സഹായം ചെയ്യുകയും ചെയ്ത 6 പേരാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. അതേസമയം കൂടുതൽ പേർക്ക് പങ്കാളിത്തമുണ്ട് എന്ന കണ്ടെത്തൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത്തരം പരിശോധനകളിലേക്ക് കൂടിയും പോലീസ് ഈ ഘട്ടത്തിൽ കടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടുതൽ വിപുലമായ ആസൂത്രണമുണ്ടോ എന്നത് സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ എന്തെങ്കിലും ഒരു വ്യക്തത നൽകുന്നില്ല. ഇപ്പോൾ തിരിച്ചറിഞ്ഞ ആളുകളുടെയൊക്കെ അറസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കൂടുതൽ പേർ സഹായം നൽകിയിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. അതായത് ഫോണിൽ ബംഗളൂരുവിലിരുന്ന് ഇവരെ ഏകോപനം ഉൾപ്പെടെ, അതായത് പാനൂരിൽ തന്നെയുള്ള ആളുകൾ ബംഗളൂരുവിൽ ഇരുന്ന ആൾ പോലും ഫോൺ വഴി ആശയവിനിമയം നടത്തുകയും ബോംബ് നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഏകോപനം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം നിർമ്മിച്ച ബോംബുകൾ ഒന്നൊന്നായി സമീപത്ത് അവർ സ്റ്റോക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക്, സാധാരണ ഒരു പറമ്പ് തന്നെയാണ്, ഒരു കൃഷിസ്ഥലം തന്നെയാണ്, അതിൻ്റെ ഒരു ഭാഗത്ത് ആൾ താമസമില്ലാതെ ആളൊഴിഞ്ഞു കിടക്കുന്ന ഒരു പറമ്പിൽ സ്റ്റോക്ക് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ആ 7 ബോംബുകൾ ഇതിൽ ഇവർ തന്നെ നിർമ്മിച്ച ബോംബുകളിൽ 7 സ്റ്റീൽ ബോംബുകളാണ്. അവ കണ്ടെടുത്തിരുന്നു ഈ ബോംബ് സ്ക്വാഡും പ്രത്യേക അന്വേഷണ സംഘവും. അവിടെ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തിയ ഘട്ടത്തിൽ ആ സ്ഥലം ഒരു പ്രതി കാണിച്ചു കൊടുക്കുകയും അവ വീണ്ടെടുക്കുകയും നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ കാര്യത്തിൽ പോലീസ് പറയുന്നത് ഇതുവരെ ഇതിൽ നേരിട്ട് പങ്കാളിത്തമുള്ള, അതിൽ ഗൂഢാലോചനയിലും പങ്കാളിത്തമുള്ള ആളുകളെ എല്ലാവരും തിരിച്ചറിഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അറസ്റ്റിലായി. മറ്റു വിശദാംശങ്ങൾ പരിശോധിക്കുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. സജോയുടെ റിപ്പോർട്ടോടുകൂടി ബോംബ് രാഷ്ട്രീയം എന്നുള്ള പ്രത്യേക പരിപാടി പൂർത്തിയാവുകയാണ്.